ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും ഹബീസ് വേൾഡിൻ്റെ പേരിലേക്ക് സ്വാഗതം. അപ്പോൾ എന്ത് വീഡിയോ എന്ന് പറയുന്നത് വേറെ നല്ല സിമ്പിളായിട്ടുള്ളൊരു വീഡിയോ ആണ് നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. എന്താണ് ടോട്ടോച്ചാൻ്റെ പടത്തിൻ്റെ ബാക്കിയാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. When they got back to the house in the evening after staying in the water so long, their fingers were a mass of wrinkles, each ഓക്കെ, അതായത് അവർ കുറേ നേരം വെള്ളത്തിൽ കളിച്ചതിന് ശേഷം തിരിച്ച് അവർ താമസിക്കുന്ന ആ സ്ഥലത്തോട്ട് പോയപ്പോൾ അവരുടെ കൈ ഉണ്ടല്ലോ, നിങ്ങൾക്ക് നോക്കാൻ മനസ്സിലാവും. ഈ കയ്യിൽ കുറേ നേരം നമ്മളിങ്ങനെ മൈലാഞ്ചിയൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ കൈ കഴുകുമ്പോഴത്തേക്കിനും കുറേ നേരം നമ്മളിങ്ങനെ വരയ്ക്കേണ്ട, ഉണങ്ങി പിടിച്ചിരിക്കുന്ന പൂവാണ്. അപ്പോഴത്തേക്കിനും അത് കഴുകി കഴിയുമ്പോൾ നമ്മുടെ കയ്യിലിങ്ങനെ റിങ്കിൾസ്, ചുളിവുകൾ വീഴും. ഈ ഒരു ഭാഗത്തായിട്ട് ഇവിടെ മാത്രമേ വീഴുള്ളൂ കേട്ടോ. അതിപ്പോൾ കാലില് വിരലുകളിലും കയ്യിലെ വിരലുകളിലും വീഴും. ഓക്കെ, അത് വീഴുന്നില്ല എന്നുണ്ടെങ്കിൽ അത് എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നം കാണണം. ഓക്കെ, അതായത് അപ്പം അങ്ങനെ ഇവരുടെ വിരലുകളിൽ റിങ്കിൾസ്, ചുളിവുകൾ വീണു. Each night once they were tucked into their quilts. എന്താണ് ഇവിടെ ബോറെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ ഇന്നലെ പറഞ്ഞല്ലേ. ഇവിടെയാണ് റിങ്കിൾസ്. ടക്കഡ് മീൻസ് ഒതുങ്ങിക്കൂടുക, ക്വൽറ്റ് പുതപ്പ്. അതായത് എല്ലാ രാത്രികളിലും once they were tucked into their quilts, അതായത് അവരുടെ പുതപ്പ് വെച്ചിട്ട് അവരവിടെ മൂടിപ്പോച്ച് ഇങ്ങനെ കിടക്കും. അത് തന്നെയാണോ? The children took turns telling ghost stories. ഞാനാണേലും ഇങ്ങനെ ഭയങ്കര മഴയൊക്കെ വരുമ്പോൾ എൻ്റെ ലാസ്റ്റ് 7ാം ക്ലാസ്സിലെ ആ ഒരു ആനുവൽ ഡേ, കലോത്സവം, ആനുവൽ ഡേ ആണെന്ന് തോന്നുന്നു, ആനുവൽ ഡേ, ആ ഒരു സമയത്ത് നമ്മൾ പരിപാടിയൊക്കെ കഴിഞ്ഞു കേട്ടോ. പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ബെഞ്ച് ഇങ്ങനെ ഒരു കട്ടിൽ പോലെ ഇങ്ങനെ പിടിച്ചിട്ടിട്ട് അതിൻ്റെ മുകളിൽ നമ്മളെല്ലാവരും കൂടെ കയറി ഇങ്ങനെ കിടക്കും. എന്നിട്ട് പ്രേതക്കളി കളിക്കും, പ്രേതക്കഥ പറയും. അതുപോലെ തന്നെ നമ്മൾ ചുമ്മാ ഇരുന്ന് പാട്ട് പാടും, ചുമ്മാ ഇരുന്ന് കോക്കറി കാണിക്കും. ഇതൊക്കെ നമ്മളൊരു മെയിൻ ഹോബിയായിരുന്നു. അപ്പം അതാണ്, നമ്മൾ വാതിലൊക്കെ അടച്ചിട്ട് നമ്മൾ അവിടെ ഇങ്ങനെ കിടക്കും. നല്ല കാറ്റാട്ടോ, ആ ജനലിൻ്റെ സൈഡിൽ നല്ല കാറ്റ് വരും, നല്ല രസമാണ്. അതുപോലെ ഇവരെന്ത് ചെയ്യും, എല്ലാ രാത്രിയിലും ഇങ്ങനെ പ്രേതകഥയൊക്കെ ഇങ്ങനെ പറയും. ഓക്കെ, Totosan and the other first graders got so frightened that they cried. അതായത് പേടിച്ച് പറിച്ചിട്ട് അവരിങ്ങനെ കരയൊക്കെ ചെയ്യും. ഇതൊക്കെ കേട്ട് ആരെങ്കിലുമൊക്കെ പേടിക്കൂ? ശരിക്കും പറഞ്ഞാൽ ഒരു കാര്യം പറയുകയാണെങ്കിൽ, നമ്മളിങ്ങനെ കൂട്ടുകാരൊക്കെ ഇരുന്ന് പറയുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് പേടിയൊന്നും തോന്നില്ല. പക്ഷേ നമ്മൾ ഒറ്റയ്ക്ക് ഇങ്ങോട്ട് സ്കൂളൊക്കെ വിട്ട് വീട്ടിലോട്ടൊക്കെ വന്നിരിക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് കറണ്ട് പോയി, അയ്യോ ആ പ്രേതൻ്റെ പറയിലുണ്ടാ, അയ്യോ 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 ഞാൻ എങ്ങനെ കിടന്നുറങ്ങും, ഇങ്ങനത്തേക്കുള്ളൊരു ചിന്താഗതിയൊക്കെ ആയിരിക്കും. അതെനിക്കറിയാം, നല്ലപോലെ അറിയാം. എന്നെപ്പോലെ എനിക്ക് നിങ്ങൾ എല്ലാവരും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഓക്കെ, എന്താണ് ഇവിടെ എന്നിട്ട് പേടിച്ചിട്ട് അവർ കരയും. But in spite of their tears they would ask, and then what happened? എന്നിട്ട് അവർ കരഞ്ഞിട്ട് കണ്ണീരൊക്കെ അവിടെ ഉണ്ട് കേട്ടോ. എന്നിട്ട് അവർ ചോദിക്കും, എന്നിട്ട് എന്തൊരു സംഭവിച്ചു, എന്നിട്ട് ആ പ്രേതം വന്ന് അവനെ പിടിച്ചെന്നാ ഇങ്ങനെ ചോദിക്കൂലേ? നമുക്ക് എത്ര പേടിയായാലും എന്നിട്ട് എന്തിനായി ഇങ്ങനെ ചോദിക്കില്ലേ? ട്രിപ്പ് പോണതിൻ്റെ കുറച്ച് ദിവസം മുമ്പേ എല്ലാവരും നോക്കി വെച്ചേക്കും കഥകളൊക്കെ, പ്രേതകഥകൾ പ്രത്യേകിച്ച്. Unlike camping inside the school and the bravery test, the three-day stay at Toy Swamp was a real life experience. അതായത് ഈ സ്കൂളിലൊക്കെ ആണെങ്കിൽ സ്കൗട്ട് ആൻഡ് ഗൈഡ്, അതുപോലെ ക്യാമ്പിംഗ് ഉണ്ടാവും, അതിന് തന്നെ പരീക്ഷകൾ ഉണ്ടാവും. ഞാനിപ്പോൾ ലിറ്റിൽ കൈറ്റ്സ് കേട്ടോ. ലിറ്റിൽ കൈറ്റ്സിനാണെങ്കിലും പരീക്ഷയുണ്ട്. ആദ്യം പരീക്ഷയുണ്ട്, പിന്നീട് വേറെ പരീക്ഷയുണ്ട്, അത് കഴിഞ്ഞിട്ട് ഒരു പരീക്ഷ കൂടെ ഉണ്ടെന്നൊക്കെയാണ് പറയുന്നത്, എനിക്കറിയില്ല കേട്ടോ. അപ്പം അതുപോലെ തന്നെ ഗൈഡിന് സെല്യൂട്ട്, ക്ലാപ്പ്, ഇനി കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം അതുപോലെ ഗൈഡിനൊക്കെ എന്ന് പറയുമ്പോൾ ക്യാമ്പ് ഉണ്ട്. ലിറ്റിൽ കൈറ്റ്സിന് ക്യാമ്പില്ല, JRCക്കും ഗൈഡിനും ക്യാമ്പുണ്ട്. അതുപോലെ ഇങ്ങനെ സ്കൂളിലുള്ള ക്യാമ്പുകൾ, അതുപോലെ ബ്രേവറി ടെസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ധീരതാ പരീക്ഷകൾ ഒക്കെ, അതായത് ബുദ്ധി പരീക്ഷിക്കുന്ന കുറച്ച് ടെസ്റ്റുകൾ. അതുപോലെ തന്നെ പക്ഷേ ഇതിൽ നിന്നുമെല്ലാം വ്യത്യസ്തമായിട്ട് ആ ഒരു ടോയ് സ്പായിൽ
ഉണ്ടായിരുന്ന 3 ദിവസം എന്താണ് വളരെയധികം ജീവിതത്തിലെ വളരെയധികം ഭയങ്കര വലിയൊരു നല്ല അനുഭവമായിരുന്നു എന്ന് പറയാണ്. ഇനി there was a forest full of sea cats and a shop where you could buy popsicle. sea cats എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ചീവീട് ഉണ്ടല്ലോ, ചീവീട്. ഓക്കെ, ചീവീടുകളും അവിടെ ഒരു ഫോറസ്റ്റ്, അവിടെ ഒരു കാടുണ്ട്. ആ കാട് മൊത്തത്തിൽ ചീവീടുകളും അതുപോലെ തന്നെ എന്താണ് ഈ പോപ്സിക്കിൾസ് ഐസ്ക്രീമുകളും മുട്ടായും ഒക്കെ വാങ്ങുന്ന ഒരു കടയും അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഉണ്ടായിരുന്നു. ആ കട നല്ല കടയായിരിക്കും അല്ലേ? എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ഇടയ്ക്ക് ട്രിപ്പൊക്കെ പോകുമ്പോൾ ആരും അറിയാതെ പൈസ എടുത്തുകൊണ്ട് മുട്ടായി വാങ്ങണം. പക്ഷെ ഞാൻ അങ്ങനെ ചെയ്യാറില്ല ഗൈസ്, ഞാൻ നല്ല കൊച്ചാണ്. ഓക്കെ, പിന്നെ ആൻഡ് ദേ മെറ്റ് എ മാൻ on the beach who was building a big wooden boat all by himself. അതായത് ഒരാളുടെ ആ പോപ്സികളൊക്കെ മേടിച്ച് തിന്നോണ്ട് വരുന്ന വഴിക്ക് ഒരാളെ കണ്ടു. ഈ കുട്ടികൾ ഒരാളെ കണ്ടു. എന്ത് ചെയ്തു? ഒരു വലിയ ബോട്ട് ഉണ്ടാക്കുന്നത് കണ്ടു. സ്വന്തമായിട്ട് ഒരു വലിയ ബോട്ട് ഉണ്ടാക്കുന്നത് കണ്ടു. ഇറ്റ് വാസ് ഓൾറെഡി ബോട്ട് ഷേപ്പ്ഡ്. അത് ഓൾറെഡി ഒരു ബോട്ട് ഷേപ്പ്ഡ് ആയിരുന്നു. The first thing each morning they did was to run down to the beach to see how much more he had done. എന്താണ് എല്ലാ ദിവസവും രാവിലെ അവർ ഉറക്കണിച്ച് നേരെ ബീച്ചിലോട്ട് ഓടും. എന്തിനാ? അവരെ ആ ഒരു ആൾ ഏതുവരെ ആ ഒരു ബോട്ടിന്റെ പണി തീർത്തു എന്നുള്ളത്. The man gave Toto-chan a very long and curly wood shaving. ആ ഒരു മാന് ഒരു എന്താണ് വുഡ് ഷേവിംഗ് എന്ന് വെച്ചാൽ മരത്തിന്റെ ഒരു ചെറിയ ഇങ്ങനെ ഒരു നേരിയ ഭാഗം അതിങ്ങനെ അതായത് നമ്മളിങ്ങനെ ചെത്തിയെടുക്കുമ്പോൾ അതിങ്ങനെ ചുരുണ്ട് 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 കിടക്കും. അതുപോലെയുള്ള ഒരു ഷേവിങ് കൊടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇത്രയുള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിരിക്കുന്നത് ഇഷ്ടമാണ്. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇത്രയുള്ളൂ. ബൈ.